ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി സമാഹരിച്ച വിഭവങ്ങൾ ഗുരുധർമ്മ പ്രചാരണ സഭ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി. ഗുരുധർമ്മ പ്രചാരണ സഭ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആർ പ്രസന്നകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി സമാഹരിച്ച വിഭവങ്ങൾ ഗുരുധർമ്മ പ്രചാരണ സഭ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി. മണ്ഡലം പ്രസിഡന്റ് എസ് റോയി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഹരിദാസ് ശിവരാമൻ സ്വാഗതം പറഞ്ഞു. ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലത്തിന്റെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വേഡിൽ സ്വാഗതം ആശംസിക്കുന്നു. കാര്യം നമ്മൾ ടൈം സ്പെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇന്ന് നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിൽ എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ടി ഗുരുപ്രസാദത്തിനായി നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള വിഭവ സമാഹരണം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ കാരണത്താൽ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വേടിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കായംകുളം മണ്ഡലത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഉപരി കമ്മിറ്റി എന്തൊരു നിർദ്ദേശം നമുക്ക് തന്നാലും ആ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ പ്രാവർത്തികമാക്കുക എന്നുള്ള ഒരു കടമ മുൻകാലങ്ങളിലും നമ്മൾ നടത്തി വരാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഭവ സമാഹരണം ഇത്രാം തീയതി ഇവിടെ വരുമെന്നും ജില്ലയുടെ നേതാക്കന്മാരെല്ലാം ഇവിടെ എത്തിച്ചേരുമെന്നും അപ്പോൾ അത് നമ്മളുടെ കഴിവിൻ്റെ പരമാവധി അത് കളക്ട് ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞത്. എന്നാൽ നമുക്ക് വളരെ കഴിഞ്ഞ പ്രാവശ്യം 18,000 രൂപയുടെ സാധനമാണ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞതെങ്കിൽ ഈ പ്രാവശ്യം അത് 28,500 രൂപയുടെ സാധനങ്ങൾ കളക്ട് ചെയ്ത് നമുക്ക് അവരെ ഏൽപ്പിക്കാനുള്ള അവസരം ഗുരു തന്നിരിക്കുകയാണ്. പിന്നെ ജില്ലാ കമ്മിറ്റിയുടെ ഏത് കാര്യങ്ങളിലും കായംകുളം മണ്ഡലത്തിൻ്റെ എല്ലാ സഹകരണങ്ങളും മുൻകാലത്തെ പോലെ ഉണ്ടാകും. കാരണം ഞാൻ ഇവിടെ ആദ്യം മണ്ഡലം കമ്മിറ്റി വരുമ്പോൾ 11 പേരെ ഉള്ളായിരുന്നു. പക്ഷേ ആ സമയത്ത് പീതാംബര സാറ് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത് ഞാനില്ല, ചന്ദ്രൻ പുളിങ്ങുന്ന് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത്. അതിനുശേഷം തഴക്കര സെക്രട്ടറി ആയിട്ടും ചന്ദ്രൻ പുളിങ്ങുന്ന് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന കാലം തൊട്ട് ഞാനിത് പ്രവർത്തിച്ചു വരികയാണ്. ഗുരുധർമ്മ പ്രചാരണ സഭ ജില്ലാ പ്രസിഡന്റ് ആർ പ്രസന്നകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവിനോട് ഇതിനു വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ നമ്മുടെ ശിവഗിരിയിലേക്ക് തീർത്ഥാടനമോ അത് കൊള്ളാമല്ലോ, നമ്മുടെ കുഴൽ വെള്ളത്തിൽ കുളിക്കുകയും ശാരദയെ വന്ദിക്കുകയും ചെയ്യാം, അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് വളരെ സന്തോഷപൂർവ്വം നമ്മുടെ ആ പൂർവികരുടെ ആ യാചന ഗുരു അംഗീകരിക്കുകയും അതിന് അനുഗ്രഹം നൽകുകയുമാണ് ചെയ്തത്. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഗുരു പറഞ്ഞു. എന്തു വസ്ത്രം ധരിക്കണം, നമ്മൾ എങ്ങനെ വ്രതമെടുക്കണം, അതുപോലെ തന്നെ യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പിനായിക്കൊള്ളട്ടെ, അത് ഗുരു ഒരു പ്രവാചകനാണ് എന്ന് പറയാതെ പറയുകയാണ്. സമകാലിക ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജന്മദിനമാണെങ്കിലും ഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോഴും പ്രാഥമികമായിട്ട് ഈ ഇംഗ്ലീഷ് കലണ്ടറിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് മുൻവിധിയോടുകൂടി കാണാൻ കഴിഞ്ഞു. അങ്ങനെയാണ് പ്രവാചകന്മാർ. അതുകൊണ്ടാണ് ഗുരു ഒരു പ്രവാചകനാണ് എന്ന് നമ്മൾ പറയുന്നത്. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ നടക്കും എന്ന് മുൻകൂട്ടി പറയാൻ കഴിയുന്ന ഒരു കഴിവ്. അത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ അഷ്ടലക്ഷ്യങ്ങളിലേക്ക് വന്നപ്പോൾ ഗുരു അത് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. ജില്ലാ സെക്രട്ടറി മുട്ടം സുരേഷ് തീർത്ഥാടന സന്ദേശം നൽകി. സഭയുടെ മണ്ഡലം കമ്മിറ്റി സമാഹരിച്ച വിഭവങ്ങൾ മണ്ഡലം ഭാരവാഹികളിൽ നിന്നും ഏറ്റുവാങ്ങി ശിവഗിരി മഠത്തിൽ സമർപ്പിക്കും. സഭയുടെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ആർ രമണൻ, ടി മനോഹരൻ, യുവജനസഭ ജില്ലാ സെക്രട്ടറി KS സുപ്രഭൻ, മറ്റ് ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ ചേർന്ന് വിഭവങ്ങൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ കേന്ദ്രസമിതി അംഗം പ്രസാദ് തഴക്കര, ജില്ലാ കമ്മിറ്റി അംഗം MK വിജയകുമാർ, മാതൃസഭ ജില്ലാ പ്രസിഡന്റ് ചന്ദ്ര ഗോപിനാഥ്, മണ്ഡലം രക്ഷാധികാരി സുധാകരൻ, ജോയിന്റ് സെക്രട്ടറി VS സുരേഷ് കുമാർ, മാതൃസഭ മണ്ഡലം പ്രസിഡന്റ് ഹർഷ സുധീർ, സെക്രട്ടറി ഷീബ ശ്യാം, ഖജാൻജി ലാലി ദശരഥൻ, യുവജനസഭ മണ്ഡലം വൈസ് പ്രസിഡന്റ് D അനിൽകുമാർ, മറ്റ് ജില്ലാ മണ്ഡലം യൂണിറ്റ് ഭാരവാഹികൾ, ശ്രീനാരായണ വിശ്വാസികൾ, സഭാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിന് വൈസ് പ്രസിഡന്റ് ആർ ഭദ്രൻ തുരുത്തിവയലിൽ നന്ദി പറഞ്ഞു. CD നെറ്റ് ന്യൂസ് കായംകുളം.